ശ്രീമതി ജോളി ചെറിയത്ത്, കോൺക്ലേവ് എന്തിനാണ്? സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് നടക്കാനുള്ള ശ്രമമാണ് കോൺക്ലേവിലൂടെ സർക്കാർ ആവിഷ്കരിക്കാൻ ശ്രമിക്കുന്നത്. അവിടെയാണ് ഏറ്റവും പിന്തിരിപ്പനായ എന്ന് തന്നെ പറയാൻ കഴിയുന്ന രണ്ട് നിലപാട് പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഒന്ന്, സാമൂഹ്യമായി പിന്നാക്കം നിൽക്കുന്ന മനുഷ്യർക്കെതിരെ. രണ്ട്, സാമൂഹ്യമായി പിന്നാക്കം നിൽക്കുന്ന സ്ത്രീകൾക്കെതിരെ. നമുക്കറിയാവുന്നതാണ്, ഏതു മേഖലയിലാണ് എങ്കിലും കഴിവ് എന്നതിനപ്പുറത്ത് വിശ്വാസമില്ലായ്മയെ തന്നെ അഭിമുഖീകരിക്കേണ്ടി വരാറുണ്ട് സ്ത്രീകൾക്ക്. അതിനെ വീണ്ടും വീണ്ടും അടിവരയിട്ട് ഉറപ്പിക്കുന്നത് എന്തിനാണ്? തല മുതിർന്നത് എന്ന് സ്വയം വിചാരിക്കുന്ന മനുഷ്യർ. തീർച്ചയായിട്ടും എനിക്ക് ഇങ്ങനൊരു ഈവന്റ്, പ്രത്യേകിച്ചും നമ്മളുടെ കേരള ഫിലിം പോളിസി രൂപീകരിക്കേണ്ട ചർച്ചകൾ നടക്കുന്ന ഒരു വേദിയിൽ, അതായത് ഞങ്ങൾ WCC ഒരുപാട് ഞങ്ങളുടെ ഈ ജേണിയിൽ ഒരുപാട് കോർണർ ചെയ്യപ്പെട്ട, ഈവൻ സ്ലട്ട് ഷെയ്മിങ്ങിന് പോലും വിധേയരാകുന്ന വിധത്തിലേക്ക് ഞങ്ങൾ കോർണർ ചെയ്യപ്പെട്ട ഒരു സാഹചര്യത്തിൽ നിന്ന് ഞങ്ങളുടെ എഫേർട്ടെല്ലാം ഒരു കോൺക്ലേവിലേക്ക് എത്തിക്കുന്ന ഒരു ഘട്ടത്തിൽ എനിക്ക് തോന്നുന്നത് വ്യക്തിപരമായിട്ട് ഞങ്ങൾ ഇൻക്ലൂഷനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എപ്പോഴും. അതല്ലാതെ കേവലം സ്ത്രീകളുടെ മേലുണ്ടാകുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഒരു അബ്യൂസീവ് ആക്ടിനെ അല്ല നമ്മൾ പറയുന്നത്. മൊത്തത്തിൽ എങ്ങനെയാണ് ഒരു ഇൻക്ലൂഷൻ നമ്മൾ സിനിമയിലേക്ക് കൊണ്ടുവരേണ്ടത് എന്നതിനെക്കുറിച്ച് കൂടി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സ്പേസിനകത്ത് ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ ഉണ്ടാകുമ്പോൾ ഞങ്ങൾ എന്താണ് പറയാൻ ശ്രമിക്കുന്നത്, അതിന് കൂടുതലൊന്നും എക്സ്പ്ലനേഷൻ ആവശ്യമില്ലാതെ ഈ മനുഷ്യരൊക്കെ എക്സ്പോസ്ഡ് ആവുന്ന ഒരു സാഹചര്യം കൂടിയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ സത്യത്തിൽ വേദനയാണ് സന്തോഷമാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. പക്ഷേ ഞങ്ങൾ എന്താണ് ഇവിടെ പറയാൻ ശ്രമിച്ചത്, അത് ഇവിടെ സംഭവിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു വലിയൊരു കാര്യം. വേറൊന്ന്, ഈ ഒരു നമുക്കൊരു മെൻറ്ററിങ് വേണ്ട എന്നുള്ളതല്ല. എല്ലാവർക്കും തീർച്ചയായിട്ടും നമ്മൾ പഠിച്ചിറങ്ങിയതാണെങ്കിലും നമ്മൾ ഒരു ജോലിയിലേക്ക് കയറുമ്പോൾ അതിന് മെൻറ്ററിങ് തീർച്ചയായിട്ടും ആവശ്യമുണ്ട്. സർക്കാർ പണം മുടക്കുന്നുണ്ടെങ്കിൽ എന്നാണ് പറഞ്ഞിരുന്നത് എങ്കിൽ ഈ പറയുന്നത് പോലെ മലയാള സിനിമയുടെ അതാണ് ഇവിടെ നമ്മള് 200ഓളം സിനിമകൾ ഒരു കൊല്ലം ഇറങ്ങുന്നുണ്ട്. എക്സ്ക്യൂസ് മീ, അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം സർക്കാർ സഹായം നൽകുന്ന സിനിമയിൽ എല്ലാവർക്കും പരിശീലനം നൽകണമെന്നാണെങ്കിൽ അത് സ്വദേശപരം എന്ന നിലയ്ക്ക് അത് കാണാം, അത് നമുക്ക് മനസ്സിലാവും. പക്ഷേ ഈ പാട്രണൈസിങ് ടോണാണ്. അതായത് നമ്മൾ വിഭവാധികാരത്തിൽ ഇല്ലാതിരുന്ന മനുഷ്യര് അവർക്ക് ഒരു പൊട്ടൻഷ്യൽ ഉണ്ടെന്നും കാലം മാറിയെന്നും അവരിൽ നിന്ന് അത് നമ്മൾ ഇന്ത്യൻ സിനിമ തന്നെ ഒരു ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. മലയാളത്തിൻ്റെ ഒരു ഗതി വെച്ചിട്ട് അത് ഉണ്ടാവുന്നില്ലെങ്കിൽ മലയാളം ഇതുവരെ കൊണ്ടുപോകുന്ന ഇൻക്ലൂസിവിറ്റിയെക്കുറിച്ച് അല്ലെങ്കിൽ അവരുടെ ജാതീയമായ വംശീയമായ അവരുടെ ബോധത്തെ അട്ടിമറിച്ചിട്ടുണ്ട് എന്ന് അവർ സ്വയം കരുതുന്നുണ്ടെങ്കിൽ മലയാള സിനിമയിൽ അത് സംഭവിക്കുന്നുണ്ട് ഇല്ലെങ്കിൽ അത് എന്തുകൊണ്ടാണെന്നും നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. മറിച്ച് ഇന്ത്യൻ സിനിമയിൽ ഒരുപാട് തരത്തിലുള്ള മുന്നേറ്റങ്ങൾ, പ്രത്യേകിച്ചും നമ്മൾ തമിഴ് സിനിമകളൊക്കെ എടുത്തു നോക്കിയാൽ കാണാമല്ലേ, പാരഞ്ജിത്തിനെ പോലുള്ള ഒരു ഡയറക്ടർ, അയാൾ മെൻറ്റർ ചെയ്തുകൊണ്ട് കൊണ്ടുവരുന്ന പുതിയ പുതിയ എത്രയോ സംവിധായകരുണ്ട്. ഇങ്ങനെ ഒരു സ്പേസ് നമുക്കിവിടെ ഉണ്ടാവുന്നില്ലെന്ന് മാത്രമല്ല, അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് സാമൂഹികമായ അധികാരങ്ങളും വിഭവങ്ങളും ഇല്ലാത്ത മനുഷ്യർക്ക് മുന്നോട്ട് വരാനാണ് പല ഗ്രാൻറ്റുകളും. അപ്പോൾ അതിനെ നിങ്ങൾ പാട്രണൈസ് ചെയ്യുകയും അത് അവർ അർഹിക്കുന്നില്ല, അത് അവർക്ക് അർഹതപ്പെടുന്നതാണെങ്കിൽ അതിന് നിങ്ങൾ ഇന്ന മാതിരി ചെയ്യണം. ഇതെന്തുകൊണ്ടാണ് ഒരു 200ഓളം സിനിമകൾ വരെ നിർമ്മിക്കുന്ന കേരളത്തിൽ മലയാളത്തിലെ സിനിമകൾ ഉണ്ടാകുമ്പോൾ പുതുമുഖ സംവിധായകരായി വരുന്ന മറ്റു മനുഷ്യരോട്, പുരുഷന്മാരോട് ഇതേപോലെ വർത്തമാനം നിങ്ങൾ പറയുകയായിരുന്നെങ്കിൽ വളരെ മോശപ്പെട്ട സിനിമയും ഇന്നത്തെ സാമ്പത്തികമായിട്ടുള്ള മലയാള സിനിമയ്ക്കുണ്ടായ ക്രൈസിസ് തന്നെ ഒഴിവാക്കാമായിരുന്നു. ഇങ്ങനെ ഒരു മുന്നറിയിപ്പ് ഇത്തരം സിനിമകൾ ചെയ്യാൻ വരുന്ന ആദ്യമായിട്ടോ അല്ലെങ്കിൽ രണ്ടാമതോ മൂന്നാമതോ ചെയ്തുകൊണ്ടിരിക്കുന്ന പുരുഷ സംവിധായകരോട് അവർ പറയാൻ തയ്യാറാവുമായിരുന്നെങ്കിൽ മലയാള സിനിമ കുറേയും കൂടി മെച്ചപ്പെട്ടേനെ. ഇപ്പം മോശം എന്നുള്ള അർത്ഥത്തിലല്ല, കുറേയും കൂടി മെച്ചപ്പെട്ടേനെ. കാരണം നമുക്ക് ഒരു ബോധ്യമുണ്ട്, നമ്മളെന്തോ വേൾഡ് സിനിമ ലെവലിൽ പോയവരാണെന്നുള്ളത് സത്യമാണ്. ഒരു കാലത്ത് ആ രീതിയിലെല്ലാം പോയതാണ്. പക്ഷേ ഇത്തരം ചലനങ്ങളെ മനസ്സിലാക്കാതെ പ്രത്യേകിച്ച് സ്ത്രീകളും അതേസമയം തന്നെ SC/ST വിഭാഗത്തിൽ വരുന്ന മനുഷ്യർക്കും മുന്നോട്ട് വരാനുള്ള ഈ പദ്ധതികൾ ഉണ്ടാകുമ്പോൾ അതിനെ പാട്രണൈസിങ് ചെയ്യുന്ന ഒരു ടോണ്, അതിനെ നിരുത്സാഹപ്പെടുത്തുന്ന ഒരു ടോണ്, അത് ഒട്ടും അഭികാമ്യമല്ല. മാത്രമല്ല നമ്മളുടെ ഉള്ളിലിരിപ്പ് തന്നെ പുറത്തു ചാടണം. എത്രമാത്രം വംശീയമായിട്ടാണ്, എത്രമാത്രം സ്ത്രീവിരുദ്ധമായിട്ടാണ്. പക്ഷേ
സ്ത്രീവിരുദ്ധമാണ് നമ്മുടെ സിനിമകൾ എന്നതും കൂടെ നമ്മൾ സമ്മതിക്കാതെ വയ്യ. അത്രയും പുരുഷ കേന്ദ്രീകൃതമായ ഒരു ലോകത്ത് ഇരുന്നു കൊണ്ട് സിനിമകൾ പടച്ചു വിടുമ്പോൾ ഇത് വളരെ സ്വാഭാവികമായ രീതിയിൽ പറഞ്ഞു പോകുന്നതാണ് അവർ പോലും മനസ്സിലാക്കുന്നില്ല. അപ്പം നമ്മൾ വേൾഡ് ക്ലാസ് സിനിമ എടുത്തു എന്നുള്ളതും ലോകം മുഴുവൻ സഞ്ചരിച്ചു എന്നുള്ളതും നമ്മളെ ബോധത്തിനെ അട്ടിമറിക്കാനുള്ള ഒരു ടൂളല്ല. അത് നമ്മൾ സ്വയം പണിയെടുത്തുണ്ടാക്കേണ്ടതാണ്. അത് ഗിവ് ആൻഡ് ടേക്കിലൂടെയും ലോകത്തെ സമീപിക്കുന്ന രീതിയിലെല്ലാം മാറ്റം വരുത്തിക്കൊണ്ട് ഉണ്ടാക്കേണ്ടതാണെന്നും കൂടെ നമുക്കൊരു ബോധ്യം വരികയാണ് ഇത്രയും മുതിർന്ന മനുഷ്യർ. പക്ഷെ ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ഉദ്ദേശശുദ്ധിയെ ഞാൻ കുറച്ച് കാണില്ല. അദ്ദേഹം പറഞ്ഞ മെൻറ്ററിങ് എന്ന് പറഞ്ഞ കാര്യം എല്ലാവർക്കും ആവശ്യമുള്ളതാണ്. മറിച്ച് KSFDC പോലെയുള്ള ഒരു ഗവൺമെൻറ് ബോഡിയാണ് ഈ പണമെല്ലാം കൈകാര്യം ചെയ്യുന്നത്. അതല്ലാതെ ഇവർക്ക് അഴിമതി നടത്താൻ, അതെല്ലാം എത്രമാത്രം വിരുദ്ധമായ മനുഷ്യത്വ വിരുദ്ധമായ ഒരു കമൻ്റാണ്. ഇതെല്ലാം അഴിമതിയിലേക്ക്, ഇവിടെ വേറെ ഒരിടത്തിലും അഴിമതിയില്ലല്ലോ. ആകെ അഴിമതി സംഭവിക്കുന്നത് ഈ 1.5 കോടി രൂപയിലോ അത് 50 ലക്ഷം. മാത്രമല്ല ആരാണ് തീരുമാനിക്കേണ്ടത്? ഞാൻ ഡിസൈൻ ചെയ്യുന്ന ഒരു സിനിമ 1.5 കോടിയിലാണോ 5 കോടിയിലാണോ എന്നുള്ളത് എൻ്റെ ഡിസൈനിങ്ങിൽ വരുന്ന കാര്യമല്ലേ. അതിലെല്ലാം ഇങ്ങനെ ചെറിയ സിനിമകൾ ഉണ്ടാവുന്നുണ്ടല്ലോ. 2 ലക്ഷം മുതൽ 10 ലക്ഷം വരെയുള്ള എത്രയോ സ്വതന്ത്ര സിനിമകൾ ഉണ്ടാവുന്നുണ്ട്. അതിനെ ഷോക്കേസ് ചെയ്യാനുള്ള മറ്റു ഉപാധികൾ എന്താണ്, അല്ലെങ്കിൽ അതിനെ പ്രൊമോട്ട് ചെയ്യാനുള്ള മറ്റു ആവശ്യങ്ങൾ എന്താണ്, ഇതിലേക്കൊക്കെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും അത്തരം ചർച്ചകൾ ആ കോൺക്ലേവിൽ ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ അതിനെല്ലാം ഈ കോൺക്ലേവിൽ ഉരുത്തിരിഞ്ഞു വന്ന ഒത്തിരി വിഷയങ്ങളെ തന്നെ താമസ്കരിക്കുന്ന വിധത്തിൽ ഇന്ന് ഹൈപ്പ് കെട്ടി നിൽക്കുന്നത് ഇത്ര റിഗ്രസീവായ ഒരു സ്റ്റേറ്റ്മെന്റിനാണെന്നുള്ളത് ഒരു വേദനിപ്പിക്കുന്ന കാര്യമാണ്. ശരി, തീർച്ചയായും.